അല്ല, അവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭണത്തിന് ഒരുപാട് പിന്തുണ നേരത്തെ തന്നെ ലഭിച്ചതാണ്. പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥത്തിലെ പ്രശ്നക്കാർ, എന്താണ് ബംഗ്ലാദേശിൻ്റെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട്, ഇനി എങ്ങനെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണം. വാസ്തവത്തിലൊരു പൊതു നേതൃത്വമില്ല, കളക്റ്റീവ് ലീഡർഷിപ്പില്ല. എന്നാൽ ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? മുഹമ്മദ് യൂനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെതായ ഒരു അസേർഷൻ ഇവിടെ പറ്റത്തില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. മറുവശത്ത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സമരം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിലൊരു മതേതരത്വ സമരമൊന്നും അല്ല. അതിന് പൊതുവായൊരു നേതൃത്വവുമില്ല. പലപ്പോഴും ഈ പാകിസ്ഥാനിലും ഇവിടെ ബംഗ്ലാദേശിലുമൊക്കെ സംഭവിക്കുന്നത് പട്ടാള ഭരണത്തിനെതിരെ മൂവ് ചെയ്യുന്ന ഒരു സമരത്തിൻ്റെ ശാഖയിൽ വക്കീലന്മാരും വിദ്യാർത്ഥികളും സ്ത്രീകളും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? അങ്ങനെ ഒരു കാഴ്ചപ്പാട്, പൊതുസമൂഹത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്കതിനെ അഭിനന്ദിക്കാം, ഇല്ലെങ്കിൽ നമുക്കതിനെ നല്ല ഒരു വഴിത്തിരിവാണെന്ന് പറയാം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അത് കുറച്ചുകൂടി ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തെ കാണുന്നത്. അതിനേക്കാൾ ശക്തമാണ് വലതുപക്ഷ ചിന്താഗതിയുള്ള ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിന് എങ്ങനെ ഇതിനെ പിടിച്ചു നിൽക്കാൻ കഴിയും? പട്ടാളത്തിന് മുഹമ്മദ് യൂനസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമോ? അതോ ഇവിടെ ശ്രീ നാരായണൻ ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് നാടുവിടേണ്ടി വരുമോ? ചുരുക്കത്തിൽ കലുഷിതമായ ഒരു അന്തരീക്ഷം, വളരെ അൺക്ലിയറായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് വ്യക്തമാക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അസ്ഥിരത ഉറപ്പായ ഒരു സാഹചര്യം. തനിക്ക് പൗരത്വമുള്ള ഒരു രാജ്യത്തിലേക്ക് പോകുമെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ സ്വാഭാവികമാണ്. ചൂണ്ടിക്കാണിച്ചാൽ വളരെ ശരിയാണ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ അഭയം ലഭിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ മുഹമ്മദ് യൂനസ് പോയാൽ പിന്നെ ബംഗ്ലാദേശിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഭാവി എന്താണ്? അത് വലതുപക്ഷക്കാരുടെ കയ്യിൽ പോകും, മതമൗലികവാദികളുടെ കയ്യിൽ പോകുമോ? അതോ പൊതു തിരഞ്ഞെടുപ്പിന് പട്ടാളം സഹായിക്കുമോ? അങ്ങനെ പട്ടാളം സഹായിക്കുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഷെയ്ഖ് ഹസീനെ തിരിച്ചു വരാൻ അനുവദിക്കണം. അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനുള്ള വ്യഗ്രതയിലാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BNPയുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയവും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു രാഷ്ട്രീയവും ജമാഅത്തയുടെ രാഷ്ട്രീയവും ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സംഘടനാത്മകമായ ഒരു സാഹചര്യമാണ്. അത് നമ്മൾ എവിടത്തേക്ക് നയിക്കും? അപ്പോൾ ചുരുക്കത്തിൽ രാഷ്ട്രീയ സ്ഥിരത വരുന്നത്, ബംഗ്ലാദേശിന് വരുന്നത് വൻ ശക്തികളുടെ ഇടപെടലിന് കാരണമാക്കും. ചൈന മിണ്ടാതിരിക്കില്ല. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഈ അമേരിക്കയ്ക്ക് താല്പര്യം ശരിക്കും യൂനൂസ് അവിടെ അധികാരത്തിലിരിക്കുന്നത് തന്നെയല്ലേ? ഇനിയും അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം ആയിരിക്കില്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന്? അത് സാധ്യമല്ലെങ്കിൽ കൂടി അമേരിക്കയുടെ താല്പര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ആളാണത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം തെറിച്ചു പോയാൽ തിരിച്ചു വരാൻ വിഷമമാണ്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സാമ്പത്തികമായിട്ട് പുരോഗതി ഇല്ലാത്ത രാജ്യമാണ്. ആ പുരോഗതിക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരു പൊതു നേതൃത്വമില്ല, ഒരു വ്യക്തി, ഒരു ലീഡർ എടുത്ത് കാണിക്കാനില്ല. ആൾട്ടർനേറ്റീവ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയപ്പോൾ അതുപോലത്തെ ഒരു നേതൃത്വം മറുവശത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരിയായിരുന്നു. അതിന് പകരം ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് മതതീവ്രവാദം ശക്തികൾ വരുന്നു. അവരെ കൂട്ടത്തിൽ മറുവശത്ത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം നടക്കുന്നു. പട്ടാളം ഇത് നോക്കി നിൽക്കുന്നു. പട്ടാളം ഇതിൽ എന്ത് നിലപാടെടുക്കും? പക്ഷേ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും മുഹമ്മദ് യൂനസിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ തന്ത്രപ്രധാനമാണ് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിൽ വഴി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റും, അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഈ പവർ റൈവലറിയുടെ ഒരു ഇരയായി മാറുമോ? പാകിസ്ഥാൻ, ചൈനയുടെയും അമേരിക്കയുടെയും. അതിലേക്കാണോ ഈ അസ്ഥിരത വഴിതെളിയിക്കുന്നത്? ശരി.